നോക്കുമ്പോൾ നമുക്ക് സൗദിയിലെ നിയമങ്ങൾ അത്രത്തോളം കർക്കശമാണ്. ഇത്രയും വർഷമായി ജയിലിൽ കിടക്കുകയാണ് അബ്ദുൾ റഹീം. ഇനി ഒരു മോചനം, അതാണ് ഏവരും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ട ഭീമമായ ഒരു തുക അതിനുവേണ്ടി കൈകോർക്കുകയാണ്. എന്താണ് അവിടെ നിന്നും സുരേഷിന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഈ പറയുന്നത് പോലെ തന്നെ വലിയ സന്തോഷം ഇവിടെയുള്ള പൊതുപ്രവർത്തകർക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട്. കാരണം ഒരു ലീഗൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാണ് ഇതിന്റെ പണം കണ്ടെത്താനുള്ള ആദ്യ നടപടികൾ ഉണ്ടാകുന്നത്. അത് തുടക്കത്തിൽ ഒട്ടും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. കാരണം 15 ബില്യൺ റിയാലാണ് നൽകേണ്ടിയിരുന്നത്. ഏതാണ്ട് 1.5 കോടി റിയാൽ സ്വരൂപിക്കേണ്ടിയിരുന്നു. അപ്പോൾ 1.5 കോടി റിയാൽ സ്വരൂപിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണോ എന്ന് ലീഗൽ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇനിയും ദിവസങ്ങൾ ശേഷിക്കുന്നുണ്ട്. ഈ മാസം 18 കുടുംബവുമായിട്ടുണ്ടാക്കിയിട്ടുള്ള കരാർ അനുസരിച്ചുള്ള അവസാന ദിവസം എന്ന് പറയുന്നത്. ഒക്ടോബർ 16 കഴിഞ്ഞ വർഷം അവസാനം ഒക്ടോബർ 16 ഈ കുടുംബവുമായിട്ട് കരാർ ഉണ്ടാക്കുന്നത്. അന്ന് ആ കുടുംബത്തിന് നൽകിയിരുന്ന ഉറപ്പ് 6 മാസത്തിനുള്ളിൽ പണം നൽകാമെന്നുള്ളതായിരുന്നു. ഇത്രയും മാസം കടന്നുപോയി. ഇപ്പോൾ ഈ മാസത്തിന്റെ പെരുന്നാളിന്റെ അവസാനമാകുമ്പോഴേക്കാണ് എല്ലാവരും തന്നെ ഇതിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിലൊന്നും ഇങ്ങനെ ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല തുടക്കത്തിൽ ആ കുടുംബം സമ്മതിച്ചിരുന്നില്ല. ദിയ പണം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ബ്ലഡ് മണി നൽകിക്കൊണ്ട് മോചനം എന്നുള്ളത് ആ കുടുംബം അംഗീകരിച്ചിരുന്നില്ല. അവസാനം നിയമപരമായും മറ്റു രീതിയിലും ഒക്കെ ഇടപെട്ടാണ് ഈ കുടുംബത്തിന് പണം നൽകിക്കൊണ്ടുള്ള ഒരു മോചനം സാധ്യമാകാമെന്ന് കുടുംബം സമ്മതിക്കുന്നത്. ഒക്ടോബർ 16 അങ്ങനെ കരാർ ഒപ്പിടുന്നത്. നൽകിയത് എന്തായാലും കൈകോർക്കുകയാണ്. കേരളം നന്മയുടെ പെരുന്നാൾ കാലം കടന്നുപോയി, സ്നേഹത്തിന്റെ ഈസ്റ്റർ കാലം കടന്നുപോയിരിക്കുന്നു. ഇനി ഐശ്വര്യത്തിന്റെ വിഷുവിലേക്ക് നമ്മൾ കാൽ വെക്കാൻ പോവുകയാണ്. അങ്ങനെ സാഹോദര്യത്തിന്റെ ഒരു മഹത്തായ യജ്ഞത്തിന് വേണ്ടി സുമനസ്സുകൾ കൈകോർക്കുകയാണ് റഹീമിന്റെ മോചനത്തിന് വേണ്ടി.